തമിഴ്നാട് ശിവഗംഗ കസ്റ്റഡി മരണത്തിൽ അജിത് കുമാർ നേരിട്ടത് അതിക്രൂര പീഡനമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിലുള്ളത് 44 മുറിവുകളാണ്. പുറത്ത് വയറ്റിൽ കമ്പുകൊണ്ട് കുത്തിയതിൻ്റെയും സിഗരറ്റ് വെച്ച് പൊള്ളിച്ചതിൻ്റെയും പാടുകളുണ്ട്. തലക്കേറ്റ മർദ്ദനമാകാം മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. കുറ്റം ആരോപിക്കപ്പെട്ടുവെന്ന കാരണത്താലാണ് 27-കാരനായ അജിത് കുമാർ 18 മണിക്കൂറിന്റെ കൊടും പീഡനങ്ങൾക്കൊടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. കേസിൽ പ്രതി ചേർക്കും മുൻപേ മർദ്ദനങ്ങൾ. കസ്റ്റഡി കൊലപാതകം പോലീസ് നിഷേധിച്ചിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് മറിച്ചാണ്. 44 ബാഹ്യ മുറിവുകളാണ് അജിത് കുമാറിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. തലക്കേറ്റ മർദ്ദനമാകാം മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തലച്ചോറിലും ഹൃദയത്തിലും രക്തസ്രാവമുണ്ടായി. വയറ്റിൽ കമ്പി കൊണ്ട് കുത്തിയതിന്റെയും ശരീരമാസകലം സിഗരറ്റ് കുറ്റികൊണ്ട് പൊള്ളിച്ചതിന്റെ പാടുകളുമുണ്ട്. ഇരുമ്പ്, പ്ലാസ്റ്റിക് പൈപ്പുകൾ മുതലായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് യുവാവിനെ പോലീസുകാർ മർദ്ദിച്ചത്. ശരീരത്തിൽ നഖം കൊണ്ട് മുറിപ്പെടുത്തി, നിലത്തിട്ട് വലിച്ചിഴച്ചു. ശരീരം മുഴുവൻ തല്ലിച്ചതച്ച് രക്തം കട്ട പിടിച്ചതിന്റെയും പാടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഒരേ സ്ഥലത്ത് തന്നെ നിരവധി തവണ അജിത് കുമാറിന് പ്രഹരമേറ്റതിന്റെ പാടുകൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബലം പ്രയോഗിച്ചുള്ള കൊടൂര പീഡനങ്ങളുടെ 18 മണിക്കൂറുകളാണ് അരങ്ങേറിയത്. മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. കഴിഞ്ഞ മാസം 27-ന് ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞെത്തിയ ഒരു സ്ത്രീ കാറിലുണ്ടായിരുന്ന തന്റെ സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടമായി എന്ന പരാതി നൽകിയതാണ് സംഭവങ്ങളുടെ തുടക്കം. വാഹനം പാർക്ക് ചെയ്യാൻ സഹായിച്ച അജിത് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അജിത്തിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ ബോധം നഷ്ടപ്പെട്ടുവെന്നും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണം സംഭവിച്ചു എന്നുമായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ പോലീസ് വാദം ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.